പ്രൈസ് ലോർഡ്. എൻ്റെ പേര് സൈമൺ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കല്ലറ പഞ്ചായത്തിൽ മുതുപട എന്ന പ്രദേശത്ത് താമസിക്കുന്നതാണ്. ഞാൻ ഈ സഭയിൽ വരുവാനുണ്ടായ കാരണം എനിക്ക് പെട്ടെന്നൊരു പേവിഷ രോഗമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. ഞാൻ ഒരു ദിവസം രാത്രി ഉറങ്ങുമ്പോൾ എവിടെയോ പട്ടിയുടെ ഒരു ശബ്ദം കേട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത്. അന്ന് ഞാൻ നേരം വെളുക്കുന്നവരെ ഉറങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് പേ പിടിച്ച ഒരു പട്ടിയെപ്പോലെ ഞാൻ 3 പകലും 3 രാത്രിയും ഉറക്കമില്ലാതെ ആഹാരം കഴിക്കാൻ കഴിയാത്ത വിധം ഞാനിങ്ങനെ ഒരു പട്ടിയെപ്പോലെ സഞ്ചരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ YGM-ലെ നമ്പർ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു സഭയുണ്ട്, ആ സഭയിലെ ബോർഡിൽ ഈ YGM-ൻ്റെ നമ്പർ കിട്ടുന്നു. അങ്ങനെ ഞാൻ YGM-നെ വിളിക്കുന്നു. എനിക്ക് എൻ്റെ അസുഖം ഞാൻ പറയുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സഭയിൽ കടന്നു വരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രാർത്ഥനയിൽ ദേവദാസയുടെയും പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ രോഗത്തിന് സൗഖ്യം വന്നു. അതാണ് ഈ സഭയിൽ ഞാൻ ആദ്യമായി വരാനുള്ള കാരണം. എന്നാൽ പിന്നെ ഞാൻ കുറേ നാൾ ഈ സഭയോട് യാതൊരു ബന്ധമില്ലാതെ പഴയതുപോലെ ഞാൻ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ശരീരത്തിൽ എനിക്ക് കല്ലിൻ്റെ അസുഖം ഉണ്ടാകുന്നത്. അങ്ങനെ ഞാൻ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുമ്പോൾ എനിക്ക് കല്ലിൻ്റെ അസുഖമാണെന്ന് പറയുന്നത്, എനിക്ക് ഓപ്പറേഷൻ വേണമെന്ന് സ്കാൻ ചെയ്യാൻ പറയുന്നു. സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൻ്റെ നടയിരിക്കുമ്പോൾ ഞാൻ വീണ്ടും ഈ YGM-നെ ഞാൻ ഒന്നുകൂടി ഓർത്തു. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന് ഞാൻ ഓർത്തു, അവരെ വിളിച്ചു. എന്നോട് പറഞ്ഞ് ഇവിടെ YGM-ൽ പനമ്പറ്റ വരാൻ പറഞ്ഞു, പത്തനാപുരം പനമ്പറ്റ വരാൻ പറഞ്ഞു. അന്നും ഞാൻ വന്നു, പ്രാർത്ഥിച്ചു. എന്നെ ദൈവം വീണ്ടും സൗഖ്യം തന്നു. എൻ്റെ ജീവിതത്തിൽ കല്ലിൻ്റെ അസുഖമൊന്നും മാറി. അങ്ങനെ കുറേ കാലം ഞാൻ കടന്നുപോയി. എന്നാൽ ഒരു ദിവസം ഞാൻ എൻ്റെ ഉപജീവന മാർഗവുമായി കടന്നുപോയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു തലകറക്കമുണ്ടായി. എന്നെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ഞാൻ പോയി. കല്ലറ എന്ന് പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഞാൻ കടന്നുപോയി. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഷുഗർ എന്ന രോഗം ആണ് എന്ന് പറയുന്നു. എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഷുഗർ നോക്കിയിട്ടില്ല. പെട്ടെന്ന് ഈ അസുഖം എന്നെ കാർന്നു പിടിച്ചു. അത് പരിശോധിക്കുമ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ പോകണം, താലൂക്ക് ഹോസ്പിറ്റൽ. അവിടെ അതിനുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ എൻ്റെ അനിയനുമായിട്ട് ഞാൻ കടന്നു പോകും. അവിടെ ചെന്ന് ഡോക്ടർ എന്നെ പരിശോധിക്കുമ്പോൾ എനിക്ക് ഷുഗർ എന്ന രോഗം 500 പോയിൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, ആരാണ് രോഗിയെന്ന് എന്നോട് ഡോക്ടർ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണ് രോഗി എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറിന് ഒട്ടും വിശ്വാസമായില്ല. എൻ്റെ സഹോദരൻ, എൻ്റെ അനുജൻ ഡോക്ടറോട് പറഞ്ഞു, ഇദ്ദേഹമാണ് ആ രോഗി എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒന്നുകിൽ ഈ ഷുഗർ ഇത്രയും കൂടിയതുകൊണ്ട് നിങ്ങളുടെ ഒരു കണ്ണിൻ്റെ കാഴ്ച പോകേണ്ടതാണ്, അല്ല എങ്കിൽ നിങ്ങളുടെ ഞരമ്പ് പൊട്ടി നിങ്ങളൊരു ബ്ലോക്കാകുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുമായിരുന്നു. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കി. അത് മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്ക് അത് വിശ്വാസമാകുകയില്ല. പക്ഷേ എങ്കിലും നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി എൻ്റെ കയ്യിൽ ഞാൻ 4 ഹോസ്പിറ്റലിൽ എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്തതിൻ്റെ റിസൾട്ടുണ്ട്. 1 വെഞ്ഞാറമൂട്, 2 ആറ്റിങ്ങൽ, 3 കല്ലറ, 4 നെടുമങ്ങാട്, 5 പത്തനാപുരം ജില്ലയിൽ പത്തനാപുരത്ത് കുന്നിക്കോട് താലൂക്ക് ഹോസ്പിറ്റൽ. ഈ 5 സ്ഥലത്ത് എൻ്റെ രക്തം ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട്. അന്ന് 500 ആയിരുന്നെങ്കിൽ ഇന്നെനിക്ക് സർവശക്തിയുള്ള ദൈവം എൻ്റെ രോഗത്തെ മാറ്റം തന്നു എനിക്ക് 240 വരെ ആയിട്ടുണ്ട്. ഇന്നതുവരെ മെഡിക്കൽ സയൻസിൽ ഒരു ഡോക്ടറെ കൊണ്ട് നിങ്ങൾ പറയുകയാണ് ഷുഗർ എന്ന് പറയുന്ന രോഗം കുറയും, അതായത് ഈ 500 ആയത് കുറഞ്ഞു എന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ പറഞ്ഞാൽ, അത് മാത്രമല്ല ഒരു 300 ആവപ്പോൾ തന്നെ ആൾക്കാർക്ക് പലവിധമായ പ്രശ്നങ്ങളുണ്ടാകുന്നു. എനിക്ക് 500 ആയിട്ടും സൗഖ്യദായകനായ ദൈവം എന്നെ സൗഖ്യത്തോടെ ഭൂമിയിൽ നിർത്തിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ YGM എന്ന് പറയുന്ന സഭയിൽ വന്നതുകൊണ്ടാണ് എനിക്ക് സൗഖ്യം തന്നതെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. ആ ദൈവത്തിനെ രുചിച്ചറിയാൻ നിങ്ങൾ അതിൽ എന്നോടൊപ്പം സഹകരിക്കുക. കാര്യം എൻ്റെ അസുഖം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ഷുഗർ എന്നൊരു രോഗം
ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും കുറഞ്ഞു വരത്തില്ല. അത് വരുന്നതനുസരിച്ച് കൂടുകയല്ലാതെ കുറയത്തില്ല. എന്നാൽ എൻ്റെ ദൈവം 500-ൽ നിന്നും 200, 240 വരെ ആക്കിയെങ്കിൽ ആ സർവശക്തിയുള്ള ദൈവം ആരാണെന്ന് എന്നെപ്പോലെ നിങ്ങൾക്കും അറിയുവാനുള്ളൊരു സമയമാണിത്. നിങ്ങൾ ഈ ദൈവത്തെ രുചിച്ചറിയുക, അപ്പോൾ അറിയാം ഞാൻ ഈ പറയുന്ന കാര്യം എന്താ. എൻ്റെ ദൈവം എന്നെ സൗഖ്യം ആക്കി. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്നെ മരണകരമായ അവസ്ഥയിൽ നിന്നും എൻ്റെ ജീവനെ തിരിച്ചുകൊണ്ട് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. എന്നെ സൗഖ്യമാക്കിയ ദൈവം നിങ്ങളെയും സൗഖ്യമാക്കും. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളിൽ നിന്നും, മരണത്തിൻ്റെ ഏത് വക്കിൽ നിന്നും സൗഖ്യദായകനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മണി പോൽ എന്നെ കരുതും ഉള്ളം കാരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാ